മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കയ്യെഴുത്ത് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ അനുമതി എൻഐഎക്ക് ദില്ലി കോടതിയാണ് അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി PR സുനിൽ ചേരുന്നു. സുനിൽ, റാണയുടെ കസ്റ്റഡി കാലാവധി 12 ദിവസത്തേക്ക് കൂടി ദില്ലി കോടതി നീട്ടിയിരുന്നു. ഇപ്പോൾ ഈ കേസിൽ റാണയുടെ കയ്യെഴുത്ത് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അമേരിക്കയിൽ നിന്ന് വിട്ടുകിട്ടിയ തഹാവൂർ റാണയുമായി ഇപ്പോൾ NIAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും ഇന്നലെ തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതാണ്. ഇന്നലെ NIA കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി 12 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. പിന്നീട് NIA കോടതി അന്വേഷണ സംഘത്തിനാണ് പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തഹാവൂർ റാണയുടെ കയ്യെഴുത്ത് പ്രതി ഒപ്പം തന്നെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള അനുമതിയാണ് കോടതി നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ പഴുതടച്ചുമുള്ള അന്വേഷണവുമായാണ് ഏതായാലും ഈ കേസിൽ NIA മുന്നോട്ട് പോകുന്നത്. ഏതായാലും തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു സൂത്രധാരകരിൽ ഒരാളാണ് എന്ന കണ്ടെത്തൽ തന്നെയാണ് NIA സംഘം മുന്നോട്ട് പോകുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് എല്ലാ സഹായവും നൽകിയത് തഹാവൂർ റാണയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകളും NIAയുടെ പക്കലുണ്ട്. ശരി, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.